നിനക്ക് അത്ര ധൈര്യമുണ്ടോ എന്നെ പ്രേമിക്കാൻ? ഞാൻ ആരുടെ പെങ്ങളാന്നറിയോ? മുഖത്തിന് നേരെ കൈ നീട്ടി കാർത്തു അങ്ങനെ ചോദിച്ചപ്പോൾ കണ്ണനൊന്ന് പതറിപ്പോയി. ആരുടെ പെങ്ങളായാലും എനിക്കെന്താ? നീ എന്താ പെണ്ണിനല്ലേ? കണ്ണനും വിട്ടുകൊടുത്തില്ല. മൂർച്ചയേറിയൊരു നോട്ടമായിരുന്നു കാർത്തുവിന്റെ മറുപടി. കുറച്ചു നേരം അങ്ങനെ പോരുകോഴികളെപ്പോലെ നോക്കി നിന്നിട്ട് ഇരുവരും എതിർദിശയിലേക്ക് നടന്നു. നീ എന്നുള്ള പുറപ്പാടാ? അവൾ ആരാണെന്നറിയോ? നീ അവളെ തടഞ്ഞിർത്തി ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് അവൾ ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. കണ്ണന്റെ മൗനം കണ്ടിട്ട് ദീപു വീണ്ടും തുടർന്നു. നിനക്ക് ശരിക്കും അവളോട് പ്രേമാണ്, അതോ ദേഷ്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്റെ ചങ്ക് ദീപുവിന്റെ സംശയം കേട്ടപ്പോൾ കണ്ണൻ പറഞ്ഞു. പകയാടാ, തീർത്താ തീരാത്ത കൊടും പക. പകയോ? അവളോടോ? എന്തിനാ? നീ അവളെ ഇപ്പോഴല്ലേടാ കാണുന്നത്? ദീപു അവന്റെ ഉണ്ടക്കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ചോദിച്ചു. അവളോടല്ല, അവളുടെ ഏട്ടൻ ശ്രീധരനോടാ എന്റെ പക. എന്റെ കുടുംബം നശിപ്പിച്ചു, എന്റെ അപ്പനെ കിടപ്പിലാക്കി. കൊച്ചി കണ്ട ഏറ്റവും വലിയ കൊട്ടേഷൻ ലീഡറായിരുന്നു എൻ്റെ അപ്പൻ. കൊടും ക്രൂരതകൾ എൻ്റെ അപ്പൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ അപ്പൻ്റെ മകനല്ലാതാവുന്നില്ല. അവളിലൂടെ ഞാൻ അവൻ്റെ കുടുംബം നശിപ്പിക്കും. കണ്ണൻ്റെ കണ്ണുകൾ ചുവന്നു വരുന്ന കണ്ടപ്പോൾ ദീപു അന്തം വിട്ട് നിന്നു. കോളേജ് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ദീപു അവിടെ നടന്നു. കോളേജ് ക്യാൻറ്റീനിൽ ചായക്ക് ഉഴുന്നുവടക്ക് ഓർഡർ ചെയ്തിട്ട് ഇരുവരും മേശയ്ക്ക് ചുറ്റും ഇരുന്നു. അവരെ കണ്ടിട്ടാണ് ഡാനി അങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും ചായ ഉഴുന്നുവടയും മേശപ്പുറത്ത് എത്തിയിരുന്നു. ഇരുവരും അതെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. എന്തിനാളാ കാർത്തുവിനോട് അനാവശ്യം പറഞ്ഞതുകൊണ്ട് ഡാനി കൈവീശൊന്ന് പൊട്ടിച്ചു. കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസുമായി കണ്ണൻ പിന്നിലേക്ക് മറിഞ്ഞു. താഴെ നിന്ന് ചാടി എഴുന്നേറ്റ കണ്ണൻ ഡാനിയുടെ നെഞ്ചിൽ ചവിട്ടിയാണ് മറുപടി നൽകിയത്. ശക്തമായ താഠനമേറ്റ് കുറച്ചകലേക്ക് ഡാനി തെറിച്ചു വീണു. ശ്വാസം വിലങ്ങിയ ഡാനിയെ കോളിൽ പിടിച്ചു പൊക്കി കണ്ണൻ പറഞ്ഞു. നിന്നെക്കാൾ വലിയ തെമ്മാടിയാ ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. ചോദിക്കാൻ ഇനി വന്ന നിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ചിടും. ഇനിയൊരു വാണിംഗ് ഉണ്ടാവില്ല. ദീപുവിനെയും കൂട്ടി കണ്ണൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. ഇരുവരും കോളേജിൽ അവസാന PG വിദ്യാർത്ഥികളാണ്. തന്റെ അപ്പനെ കിടപ്പിലാക്കിയ ഇപ്പോഴത്തെ കൊച്ചി കൊട്ടേഷൻ ലീഡർ ശ്രീധരനോട് പ്രതികാരം ചെയ്യാനാണ് കണ്ണന്റെ തീരുമാനം. അതിനവൻ കണ്ട എളുപ്പമാർഗം കാർത്തിവിലൂടെ പ്രതികാരം ചെയ്യാനാണ്. അതിനായിട്ട് തന്നെയാണ് വേറൊരു കോളേജിൽ നിന്നും TC വാങ്ങി ഇവിടെ ചേർന്ന്. വണ്ടി പാർക്കിൽ നിന്ന് എടുക്കുമ്പോഴാണ് അവൾ അങ്ങോട്ട് വരുന്ന കണ്ണൻ കണ്ടത്. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുക്ക പറയണം, അല്ലാതെ മറ്റൊരുത്തനെ പറഞ്ഞു വിട്ട് തള്ളിക്കുന്നല്ല കാര്യം. നിനക്കിവിടെ ഒരു പേരുണ്ടല്ലോ, അത് കളയണോ? നീയല്ല ഇവിടുത്തെ ഹീറോയിൻ. അവൻ വണ്ടിയെടുത്ത് പോയപ്പോൾ എന്തിനോ അവളൊന്ന് പുഞ്ചിരിച്ചു. എന്താടി കവളിച്ച് ഒന്നുമില്ല, ഒരു കള്ളച്ചിരിയും. കൂട്ടുകാരി നിമിയാണ്. ഏയ് ഒന്നുമില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞ് കാർത്തു വേഗം വണ്ടിയെടുത്ത് പോയി. കാർത്തു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഡാനി നിൽക്കുന്നത് കണ്ട് അവൾക്ക് മനസ്സിലായി എല്ലാം ഇവിടെ അവൻ അറിയിച്ച് കഴിഞ്ഞു എന്ന്. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ, വൃത്തികെട്ടവൻ എന്നും മനസ്സിൽ വിചാരിച്ച് അകത്ത് കയറുമ്പോഴേക്കും ആരാവളവൻ? ഏട്ടൻ്റെ ശബ്ദം. എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഇവൻ ക്യാൻറ്റീനിൽ എൻ്റെ പേരും പറഞ്ഞ് ആരോടും അടികൂടിയെന്ന് ഞാനും കേട്ടു. എന്താ ഡാനി ഉണ്ടായത്? അവിടെ നിനക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തിനാ എൻ്റെ പേര് പറഞ്ഞ് തല്ലുകൂടുന്നത്? ഞാനൊരു പെൺകുട്ടിയല്ലേ. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഏട്ടനോട് ഞാൻ പറയും, അല്ലാതെ നീ എന്തിനാ വെറുതെ? ഏട്ടൻ ഒന്ന് പറയുവിനോട് എൻ്റെ പേര് കളയരുതെന്ന്. എൻ്റെ സംസാരത്തിൽ ഡാനി വായും പൊളിച്ച് നിൽക്കുന്നതും ഏട്ടൻ്റെ മുഖം മാറുന്നത് ഞാൻ ഇടം കണ്ടിട്ട് കണ്ടു. അപ്പോൾ ഓക്കെ, ഇനി ഇവിടുന്ന് മുങ്ങിയേക്കാം. ഡാനി പതിയെ അവിടുന്ന് വലിഞ്ഞു. കിടന്നപ്പോൾ അറിയാതെ കണ്ണൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അറിയാതെ അവളൊന്ന് ചിരിച്ചു. അടുത്ത ദിവസം കോളേജിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറുമ്പോഴേക്കൊരു വിളി. കാർത്തു, ഒന്ന് നിൽക്കാമോ? എന്താ ദീപു? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ സ്വഭാവം എങ്ങനെയാ? ഇങ്ങനെ അവന് പറയാനറിയും. നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ദീപു പോലെ, എനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് ഇഷ്ടമാണെന്ന് പോയി പറഞ്ഞു. ദീപു സന്തോഷം കൊണ്ട് ഓടിപ്പോന്ന് നോക്കിന്നപ്പോഴും അവളുടെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. അളിയാ, ചെലവ് ചെയ്യണം, വാ വണ്ടി എടുക്കാം. ഇന്ന് ഫുള്ള് നിന്റെ ചെലവാ പോനെ. എടാ നീ ഒന്ന് എളുത്തിക്കുന്നുണ്ടോ? എന്താ കാര്യം? കണ്ണന്റെ ശബ്ദം മാറിയപ്പോൾ ദീപു ഒന്ന് അടങ്ങി. മോനെ, ഞാൻ അവളോട് പോയി സംസാരിച്ചു. അവൾക്ക് നിന്നെ ഇഷ്ടമാ. അതിന് നീ എന്തിനെങ്ങനെ കിടന്ന് തുള്ളുന്നു? എനിക്ക് കെട്ടാനൊന്നല്ലല്ലോ. കണ്ണൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ദീപു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ എനിക്കിത്ര സന്തോഷം. കണ്ണൻ അവന്റെ മുഖത്തേക്ക് മനസ്സിലാവാത്ത പോലെ നോക്കി. നീ നോക്കൊന്നും വേണ്ട. നീ അവളെ കൊണ്ടുപോയി നിന്റെ കാര്യം കഴിഞ്ഞ് വേണ്ടാന്ന് നോക്കുമ്പോൾ എനിക്ക് വേണം ഒരു പ്രാവശ്യമെങ്കിലും. ദീപുവിന്റെ മുഖം കണ്ടപ്പോൾ ചെന്നായിയുടെ മുഖം പോലെ തോന്നി കണ്ണന്. ഹലോ, ഞാൻ കണ്ണനാ. ദീപു എന്നൊരു കാര്യം പറഞ്ഞു, ശരിയാണോന്നറിയാൻ വിളിച്ചാ. എന്താ ഒന്നും പറയാത്ത? മോളിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ക്യാൻറ്റീനിൽ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് വരുമോ? ഹലോ, ഞാൻ കാത്തിരിക്കും, ബൈ. ഫോൺ കട്ട് ചെയ്തപ്പോൾ അവന് സംശയമായി. അവൻ തന്നെ കളിപ്പിച്ചതാവൂ. എന്തായാലും ക്യാൻറ്റീനിൽ പോയിരിക്കണം, നോക്കാമല്ലോ. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ക്യാൻറ്റീനിൽ അവനിരിക്കുന്ന കണ്ടപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ ലേറ്റായില്ലല്ലോ?
എന്നും ചോദിച്ച് അവൻ്റെ മുമ്പിൽ അവൾ വന്നിരുന്നപ്പോൾ അവൻ തല ഉയർത്തി അവളെ നോക്കി ചിരിച്ചു. അങ്ങനെ അവരുടെ പ്രണയം ക്യാമ്പസിൽ പാട്ടാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. കാർത്തു കാർത്തു ഏട്ടൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ അവൾക്ക് അപകടം തോന്നി താഴേക്ക് വന്നപ്പോൾ ഇത്രയും ദേഷ്യം പിടിച്ച ഏട്ടനെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ളവരോട് മാത്രമായിരിക്കണം, മനസ്സിലായല്ലോ അല്ലേ? അവളൊന്നും പറയാതെ മെല്ലെ തല ഉയർത്തി നോക്കിയപ്പോഴാണ് ഡാനിയെ കണ്ടത്. ഞാനും വരാൻ നിന്റെ ഒപ്പം എന്ന് പറഞ്ഞ് ഏട്ടന് അടുത്തു വന്നു. അവൾക്ക് കൂടെ പോകാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. മുന്നിലും പിന്നിലുമായി കാറുകൾ വരുന്ന കണ്ടപ്പോൾ തന്നെ ദീപു പറഞ്ഞു, അളിയാ ഇത് നിനക്കുള്ള പണിയാ, ഓടിക്കോ എന്ന് പറഞ്ഞു അവൻ ഓടിയതൊപ്പമായിരുന്നു. ഇവൾ എൻ്റെ പെങ്ങളാ, ഇവളുടെ പിന്നാലെ നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? കാറിൽ നിന്നുകൊണ്ട് ശ്രീധരൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ഏട്ടാ എന്നുള്ള അവളുടെ വിളിയാൾ നിർത്തി. പോവാം അയാൾ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി. അപ്പോൾ അവളുടെ ചുണ്ടിൽ ആ പുഞ്ചിരി ഇല്ലായിരുന്നു. എന്താ കാർത്തു, നീ ഇപ്പോൾ എവിടെയാ? ദീപുവിൻ്റെ സംസാരം കേട്ടപ്പോഴാണ് കണ്ണൻ അവനെ നോക്കിയത്. അപ്പോഴേക്കും അവൻ ഫോൺ അവന് കൊടുത്തു. മോളെ നീ എവിടെയാ? ഞാനിപ്പോൾ വരണോ? ഞാൻ വരാം, ഇപ്പോൾ വരാം. അവൻ സംസാരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന കണ്ടപ്പോൾ ദീപു ഒപ്പെഴുന്നേറ്റ് അവൻ്റെ പുറകെ പോയി. എടാ നീ കാറെടുത്തു വാ, ഇന്ന് നമ്മുടെ എല്ലാ പ്ലാനുകളും നടക്കും. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്രേ. അവർ ഇവിടം വിട്ട് പോകാൻ പാടില്ല, അതിനു മുമ്പ് അവരെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതറിഞ്ഞ ശ്രീധരൻ അവരെ തിരക്കിയിറങ്ങി. കാറിൽ തൻ്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന കാർത്തുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നി മറഞ്ഞു. അവൻ ഒറ്റ ഒരുത്തനാ ഞങ്ങൾ ഈ ഗതിയിലാക്കിയത്, എല്ലാ സമ്പത്തുകളും നശിച്ചതും അച്ഛനൊരു ഭ്രാന്തനെ പോലെ ആവാനും കാരണം അവനാ. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ വാക്കുകൾ ഇതുകൊണ്ടാണ് ഇവളുടെ ഏട്ടനോട് ഇത്രയും പകനിൽ ഉണ്ടാക്കിയത്. അന്നു മുതൽ മനസ്സിലുള്ളതാണ് അയാളുടെ കുടുംബം നശിപ്പിച്ച് നാണം കെടുത്തണം, അവനെയും ഒരു ഭ്രാന്തനാക്കണം. അപ്പോഴേ തൻ്റെയും പക അടങ്ങും സമാധാനമുണ്ടാവും. പെട്ടെന്ന് കാർ നിർത്തി ദീപു വിളിച്ചു. സ്ഥലത്തി വായു. അവൾ വിളിച്ചപ്പോൾ ഇതെവിടെയാ കണ്ണ എന്ന് ചോദിച്ച് അവൾ പുറത്തിറങ്ങി. അതൊരു വീടായിരുന്നു. മെല്ലെ അകത്തേക്ക് കയറുമ്പോൾ അവൾക്ക് മനസ്സിലായി അധികം പഴക്കമൊന്നുമില്ലാത്തൊരു വീട്. ഇതാരുടെയാന്ന് അവൾ ചോദിച്ചപ്പോൾ ദീപുവാണ് മറുപടി പറഞ്ഞത്. എൻ്റെ ഒരു ബന്ധത്തിലുള്ള ആൻറ്റിയുടെയാ, അവരുടെ മകൻ്റെ ഒപ്പം അവർ പുറത്താ, ഇതിൻ്റെ ചാർജ് എനിക്കാ. ഹോട്ടലിൽ നിന്നും ഭക്ഷണം വരുത്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കിടക്കാൻ പറഞ്ഞയച്ച് രണ്ടാളും കൂടി ചില തയ്യാറെടുപ്പുകൾ നടത്തി. റൂമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. എന്താ നിന്റെ പരിപാടി? നല്ല ഫോമിലാണല്ലോ വരുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. നീ എന്താടി വിചാരിച്ചത്? ഞാൻ നിന്നുള്ള പ്രേമമൂത്താണ് നിന്നെ കൊണ്ടുവന്നതെന്നോ? അവൻ വീണ്ടും ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ നിന്റെ ഏട്ടൻ നിന്നെ കാണാതെ ഭ്രാന്തനെ പോലെ പരക്കം പായുകയാവും. നാളെ അവൻ്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട നിന്നെ കൂടി കണ്ട അവനൊരു ഭ്രാന്തനാവും. അതിനു വേണ്ടിയാ ഞാൻ നിന്റെ പിന്നാലെ സ്നേഹമാണെന്നും പറഞ്ഞ് നടന്നത്. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനത് ഞെട്ടി. ചിരിക്കുന്നോ? അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താണ് നീ നോക്കുന്നത്? നീ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാനും നിന്ന് തന്നാ നിന്നെ ഇതുപോലൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ. നീ ഒരു രേഷ്മയെ അറിയോ? നീ നിന്റെ കൂട്ടുകാരൻ റോയും ചേർന്ന് നശിപ്പിച്ചു കൊന്നു കളഞ്ഞ ഒരു പെൺകുട്ടിയെ. എൻ്റെ കൂട്ടുകാരിയായിരുന്നു അവൾ. മരിക്കുന്നതിന് മുമ്പ് നിന്റെ അവൻ്റെ പേരെന്നോട് പറഞ്ഞിരുന്നു. അവളുടെ ശവടക്കിന് നീ വന്നപ്പോൾ മുതൽ നിന്റെ പിന്നാലെയുണ്ട് ഞാൻ. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ എന്നെ എന്ത് ചെയ്യാനാടി? നിറഞ്ഞ പുച്ഛമായിരുന്നപ്പോൾ അവൻ്റെ മുഖത്ത്. പക്ഷേ ദീപു വന്നപ്പോൾ അവൻ്റെ പുച്ഛമില്ലാതെയായി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ദീപു രേഷ്മയും കാർത്തു നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അതിന് കാരണം. അതേടാ, ഞങ്ങൾ പ്ലാൻ ചെയ്താ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ. നിനക്ക് ഇവളോടുള്ള പക മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുണ്ടാക്കിയ പ്ലാൻ. അങ്ങനെ നീ മാത്രം ജയിച്ച് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത്രയ്ക്ക് ജീവനായിരുന്നു ഞങ്ങൾ 3 പേരും. അപ്പോഴേക്കും കാർത്തു കണ്ണൻ്റെ അടുത്ത് വന്ന് ഒരു ഇഞ്ചക്ഷൻ വെച്ചു. ദീപുവിൻ്റെ മുഖത്ത് നോക്കുന്ന കണ്ണനെ തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അതവൻ്റെ ശരീരത്തിലേക്ക് ഇറക്കി. അവർ രണ്ടാളും മെല്ലെ പുറത്തിറങ്ങി നടന്നു. അപ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പാപം ചെയ്തവൻ അനുഭവിക്കണം. ഒരാളും അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെയും ദേഹത്ത് കൈവയ്ക്കരുത്.